ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മളെ ഒത്തിരിയധികം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഇന്ന് ജാനുവരി 1, 2026. ഇന്ന് ആദ്യമായിട്ട് ഞാനിങ്ങനൊരു വീഡിയോ ഉണ്ടാക്കുവാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം ജാനുവരി 1, 2026 പ്രവേശിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാവരും ഭാഗ്യം ചെയ്തവരാണ്. നമ്മളെല്ലാവരെയും ദൈവം ഒത്തിരി അധികം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് നമ്മൾ ഈ പുതുവത്സരം കാണുന്നത്. അങ്ങനൊരു പുതിയ വർഷത്തിൽ പ്രവേശിച്ച നമ്മൾ എല്ലാവരെയും ദൈവം ഒത്തിരി അധികം അനുഗ്രഹിക്കും. ഇന്ന് ജാനുവരി 1 പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1 തുടക്കം. ദിവസങ്ങൾ 1 തുടങ്ങും. നമുക്ക് 2-3 കാറുണ്ടെങ്കിൽ അതും നമ്മൾ ആദ്യം 1 തുടങ്ങിയിട്ടാണ്. 2 വീടുണ്ടെങ്കിൽ 1 വീട്ടിൽ നിന്ന് തുടങ്ങിയിട്ടാണ്. 10 ഷർട്ടുണ്ടെങ്കിൽ 1 ഷർട്ടിൽ വാങ്ങി തുടങ്ങിയിട്ടാണ്. 1 തുടക്കത്തിൻ്റെ ഒരു അടയാളമാണ്. സിഗ്നിഫിക്കൻസ് ഓഫ് 1 is ഇറ്റ്സ് ദി ബിഗിനിങ് ഓഫ് അബൻഡൻസ്. 1 നിന്നാണ് എല്ലാം കൂടി ഒത്തിരി അധികമാകുന്നത്. ഈ 1 തീയതി ഇങ്ങനൊരു ഞാൻ വീഡിയോ ഇടുന്നത് ഒത്തിരി നാളല്ല, ഒത്തിരി വർഷങ്ങളായിട്ട് ഇങ്ങനെ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കണം എന്നുള്ളൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ഇന്ന് ആദ്യമായിട്ട് ഇങ്ങനൊരു തീരുമാനമെടുത്തു. അതിനുള്ള ഒരു ചിന്ത ഇന്ന് രാവിലെ ദൈവം എൻ്റെ മനസ്സിൽ തന്നതാണ്. അതായത് 1 തുടക്കത്തിൻ്റെ ഒരു അടയാളമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ ഒരു വീഡിയോ എങ്ങനെ ഇടണമെന്ന് ഞാൻ ഓർത്തു. ഇപ്പോഴും അങ്ങനെ വലിയ നല്ല സാഹചര്യം അല്ലെങ്കിലും കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇങ്ങനെ ആദ്യമായിട്ടൊരു വീഡിയോ ഇടുന്നു. ഈ വീഡിയോ കാണുന്നവർ ദൈവം നിങ്ങളെ അന്വേഷിച്ച് എൻ്റെ വായിലൂടെ വചനങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കൊത്തിരി അധികം വചനങ്ങൾ, അത് ഞാൻ ഓൺലൈൻ കേട്ട പ്രസംഗങ്ങൾ ഇല്ല, ഓൺലൈൻ കേട്ട മെസ്സേജുകൾ എനിക്കൊത്തിരി അധികം എൻ്റെ ജീവിതത്തിൽ എന്നെ സഹായിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം അത് ജീവനുള്ള വചനമാണ്. അത് നിർജ്ജന സ്ഥലത്തിൽ പോലും അതിനെ പച്ചിപ്പ പിടിപ്പിക്കാനുള്ള കഴിവുള്ള ജീവനുള്ള വചനമാണ്. ഇന്ന് ഏത് ബൈബിൾ വാക്ക് ഞാൻ പറയണമെന്ന് ഓർത്തപ്പോൾ എനിക്ക് കിട്ടിയ വേഴ്സാണ് യെശയ്യാവ് 44 അതിൻ്റെ 18-ഉം 19-ഉം. അവിടെ ഇങ്ങനെ പറയുന്നു: മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉദ്ഭവിക്കും. നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളുമുണ്ടാക്കും. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്: forget the former things, do not dwell on the past. See, I am doing a new thing. Now it springs up. Do you not perceive it? I am making a way in the wilderness and streams in the wasteland. എത്ര മനോഹരമായൊരു ബൈബിൾ വചനമാണ് ഇത്. കർത്താവിൽ പ്രിയരെ, ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കഴിഞ്ഞ കൊല്ലം ഒരുപക്ഷെ അത്രയ്ക്ക് നല്ല ഒരു വർഷമല്ലായിരിക്കാം. ഒത്തിരി പ്രയാസങ്ങളുള്ളൊരു വർഷമായിരിക്കാം. ഒരുപക്ഷെ പലരുടെ ജീവിതം ഇപ്പം ഒരു ശൂന്യത്തിലായിരിക്കും, ഒരു പൂജ്യത്തിലായിരിക്കും നിൽക്കുന്നത്. യു മേ ബി ആറ്റ് 0 റൈറ്റ് നൗ. പക്ഷേ ഈ 1 തീയതി കർത്താവ് നമുക്ക് തരുന്ന ഒരു വചനം പറയുന്നത്: ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴിയൊരുക്കും. കർത്താവിൽ പ്രിയരെ, 1 നിന്ന് തുടങ്ങി നിങ്ങൾക്ക് ഒത്തിരി അധികം സമൃദ്ധി ഉണ്ടാകും. തടഞ്ഞു നിൽക്കുന്ന ഓരോ വഴികൾ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറന്നു തരും. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ വർഷത്തിൽ നമുക്ക് പ്രവേശിക്കാം. എനിക്ക് വചനം പറഞ്ഞു തരുവാനുള്ള അറിവോ കഴിവോ ഒന്നുമില്ല. ഭാഷ പോലും അത്ര നല്ലതായിട്ട് അറിയില്ല. എങ്കിലും ഇങ്ങനൊരു ആഗ്രഹത്തോടെയാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കുന്നത്. ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഈ വർഷം ദൈവം എനിക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുവാൻ വഴിയൊരുക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളെ കാണുന്നില്ല, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ വചനത്തിലൂടെ, ഈ വീഡിയോയിലൂടെ ദൈവം നിങ്ങളെ
തൊടും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു.